സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യവും അവിടെ നടന്ന സംഭവങ്ങളും എല്ലാം മുത്തശ്ശി ദേവനെയും യശോദനെയൊക്കെ അറിയിക്കുവാണ്. അങ്ങനെ ആ വാർത്തയൊക്കെ അറിഞ്ഞ് അവരാകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്ടോ. കടമംഗലത്ത് നിന്ന് ആരും പ്രിയങ്ക മോളെ രക്ഷിക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെ പോകും? ആ രാധിക അവിടെയുള്ള എല്ലാവരുടെയും മനസ്സ് പ്രിയങ്കയ്ക്കെതിരായി തിരിച്ചിരിക്കുകയല്ലേ. എന്നിട്ട് അവളെ തല വെച്ച് നടക്കുമല്ലേ നിങ്ങളെല്ലാവരും. അന്നേരം യശോദ കരഞ്ഞുകൊണ്ട് ദേവനോട് പറയണേ, ദേവേട്ട വാ, നമുക്കിപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് പോകാം. പോലീസുകാരോട് കരഞ്ഞു പറയാം. നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ മോളെ രക്ഷിക്കണം. അന്നേരം മുത്തശ്ശി പറയണേ, അതേ ദേവ, സമയം കളയാതെ നീ വേഗം ചെല്ല്. അല്ലെങ്കിൽ പോലീസുകാർ പ്രിയങ്ക മോളുടെ തലയിൽ ഇല്ലാത്ത കുറ്റമെല്ലാം ചുമത്തി വെക്കും. പിന്നെ ഒരു കാര്യം കൂടി, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാധികയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയെങ്കിലും അവൾ ഇങ്ങനെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് നിർത്തണം. അന്നത്തോടെ അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്തിക്കൊള്ളണം. അങ്ങനെ ദേവനും യശോദയും കൂടി വേഗം തന്നെ സ്റ്റേഷനിലേക്ക് പുറപ്പെടുവാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തുന്ന ദേവനെയും യശോദയും കണ്ട് സെല്ലിൽ കിടക്കുന്ന പ്രിയങ്ക അച്ഛ അമ്മയെന്നും പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ പ്രിയങ്കയെ കാണുന്നതും പ്രിയങ്കയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും ദേവനും യശോദയും. ഈ സമയം അവിടുത്തെ കോൺസ്റ്റബിൾ അവരെ തടയുക. അതെ, അങ്ങനെയൊന്നും പോയി കാണാൻ പറ്റില്ല. അതെ, എസ് ഐയുടെ റൂം അവിടെയാ, അങ്ങോട്ടേക്ക് ചെല്ല് എന്നും പറഞ്ഞ് അവരെ എസ് ഐയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാണ്. അങ്ങനെ എസ് ഐ അവരെ കാണുമ്പോൾ അവിടെ ഇരിക്കാൻ പറയുവാണ് കേട്ടോ. ഈ സമയം ദേവൻ അവിടെ ഇരുന്നിട്ട് പ്രിയങ്കയെ വിട്ടേക്കണമെന്ന് ആ എസ് ഐയോട് അപേക്ഷിച്ച് പറയുവാണ്. സാർ, എൻ്റെ മോള് ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല. അവളൊരിക്കലും അവളുടെ ചേച്ചിയെ കൊല്ലാൻ നോക്കില്ല. എന്തോ ഒരു തെറ്റ് പറ്റിയതാണ് സാർ നിങ്ങൾക്ക്. എൻ്റെ മോളെ നിങ്ങൾ വെറുതെ വിടണം. തിരുമേനി, നിങ്ങളുടെ മകളോടുള്ള സ്നേഹം കാരണം ഇങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. പ്രിയങ്കയ്ക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്രിയങ്കയാണ് ഈ കുറ്റം ചെയ്തതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ കാണാനോ ജാമത്തിൽ വിട്ടേക്കാനോ പറ്റില്ല. സാർ, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ഒന്ന് കാണണം. ഞാൻ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണ്. നിങ്ങളെ പോലീസുകാരുടെ ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ മോളോട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചോട്ടെ. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ അവളോട് ചോദിച്ച് മനസ്സിലാക്കിക്കോട്ടെ സാർ. അതിനെങ്കിലും സാർ എന്നെ ഒന്ന് അനുവദിക്കണം. അങ്ങനെ തിരുമേനി അങ്ങനെയൊക്കെ പറഞ്ഞ് യാചിക്കുന്നത് കേൾക്കുമ്പോഴേക്കും എസ് ഐ പറയുക, ശരി ശരി, പക്ഷേ അധികം സമയമൊന്നും എടുക്കാൻ പാടില്ല. നിങ്ങളുടെ മോളെ എൻ്റെ ജോലികളെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയതാണ്. എന്നിട്ടും നിങ്ങളുടെ ഈ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണാനും സംസാരിക്കാനും അനുവാദം തരുന്നത്. എന്താണെന്ന് വെച്ചാൽ വേഗമാവട്ടെ. അങ്ങനെ പറഞ്ഞ് ദേവനെയും യശോദനെയും പ്രിയങ്കയുടെ അരികിലേക്ക് വിടുവാണ്. അങ്ങനെ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അവിടെ താഴയിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയം അമ്മ വന്ന് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്ട്. അങ്ങനെ അച്ഛനെ അമ്മയും കാണുന്നതും പ്രിയങ്ക സന്തോഷത്തോടെ അവരുടെ അരികിലേക്ക് ഓടി വരിക. അച്ഛ, അമ്മേ, എന്നെ ഇവർ കള്ളക്കേസിൽ കുടുക്കി ഇവിടെ ജയിലിലാക്കിയിട്ടിരിക്കുക. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ ഒരിക്കലും ഇവർ പറയുന്ന പോലത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ചേച്ചിയെ കൊല്ലാനായിട്ട് ഞാൻ നോക്കുമെന്ന് അച്ഛനും നമുക്ക് തോന്നുന്നുണ്ട്. മോളെ, നീ ആ സിഐയുടെ ജോലി തെറിപ്പിക്കുമെന്നോ മറ്റോ പറഞ്ഞു. അത് പിന്നെ അച്ഛ, എൻ്റെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ചുമത്തുന്ന കാരണം ആ സമയത്ത് എൻ്റെ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അച്ഛ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അച്ഛ. മോളെ, നിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും പോലീസുകാരുടെ കയ്യിലുണ്ടെന്ന് അവർ പറയുന്നത്. അതൊക്കെ ചുമ്മാതാ അച്ഛ. എനിക്ക് കിട്ടേണ്ട വേഷം ചേച്ചി ചെയ്തല്ലോ. അതിൻ്റെ പ്രതികാരത്തിൽ ചേച്ചിയെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് അവരെൻ്റെ മേലെ ചുമത്തിയിരിക്കുന്നത്. അവർക്ക് ആരെങ്കിലുമൊക്കെ പ്രതിയാക്കി കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ പോരെ. അതിനാ അവരിപ്പോൾ എന്നെ ബലിയാടാക്കിയിരിക്കുന്നത്. അച്ഛൻ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടന്ന് ചത്തോളാം. ഈ സമയം ദേവൻ സങ്കടത്തോടെ പറയണേ, മോൾക്ക് അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും മോളുടെ കൂടെ നിൽക്കും. പക്ഷേ വെറും ക്ഷേത്രത്തിലെ പൂജാരിയായി അച്ഛൻ എന്ത് ചെയ്യാനാ മോളെ? അച്ഛൻ ആരോടെ സഹായം ചോദിക്കേണ്ടത്? അന്നേരം പ്രിയങ്ക പറയണേ, അച്ഛൻ വരുണിനൊന്ന് വിളിക്ക്. വരുണിനോട് അച്ഛൻ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറ. അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ വാക്കുകൾ വരുണിനെ തിരസ്കരിക്കാനായിട്ട് പറ്റില്ല. അച്ഛൻ്റെ വാക്കുകളെ വരുൺ മുഖവില കിടക്കുന്നില്ല എന്നാണെങ്കിൽ എൻ്റെ ജീവിതം ഈ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ കിടന്ന് ഞാൻ തീർത്തോളാം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക സങ്കടപ്പെട്ട് കരയുവാണ്. അന്നേരം ദേവൻ പറയണേ, മോള് വിഷമിക്കാതിരിക്കുക. അച്ഛനൊന്ന് ശ്രമിച്ചു നോക്കാം. അച്ഛൻ വരുണിനെ വിളിച്ച് സംസാരിക്കാം. പിന്നീട് കാണിക്കുന്നത് ദേവൻ ഫോണിൽ വരുണിനെ വിളിക്കുന്നതാണ്. മോനെ വരുൺ, ഞാനിവിടെ പ്രിയങ്കയെ കാണാനായിട്ട് സ്റ്റേഷനിൽ വന്നിരിക്കുവാണ്. മോൻ സ്റ്റേഷനിലേക്കൊന്ന് വരുമോ? ഇവിടെ പോലീസുകാരോട് എന്താ പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. മോൻ വന്ന് അവളൊന്ന് രക്ഷിക്കാൻ പറ്റും. അന്നേരം വരുൺ പറയണേ, ഇല്ല അച്ഛാ, അച്ഛൻ്റെ മോള് ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് അച്ഛൻ അറിയില്ലേ? രാധികയുടെ ജീവൻ എടുക്കാനാണ് അയാൾ നോക്കിയത്. അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് കൊട്ടേഷൻ കൊടുത്തു. പ്രിയങ്കയെ പോലെ തന്നെ രാധികയും അച്ഛൻ്റെ മോള് തന്നെയല്ലേ? സ്വന്തം മോളെ പോലെയല്ലേ അച്ഛൻ രാധികയെ സ്നേഹിക്കുന്നത്? അങ്ങനെയുള്ളപ്പോൾ പ്രിയങ്ക രാധികയെ കൊല്ലാൻ നോക്കിയെന്ന് പറയുന്ന ഈ കാര്യത്തെ അച്ഛൻ എങ്ങനെയാ ക്ഷമിക്കാൻ തോന്നുന്നത്?
അന്നേരം ദേവൻ പറയണേ മോൻ പറയുന്നതൊക്കെ സത്യമോ, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പ്രിയങ്കയുടെ കൂടെ നിന്നല്ലേ പറ്റൂ, അവളും എൻ്റെ മോള് തന്നെയല്ലേ. അന്നേരം വരുൺ പറയണേ അച്ഛന് അങ്ങനെ മോളുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിൽക്കാം, പക്ഷേ എന്നെ കൊണ്ട് അതിനാവില്ല. അയാൾ ചെയ്ത തെറ്റ് വലിയ തെറ്റ് തന്നെയാണ്, അതൊരിക്കലും ക്ഷമിക്കാൻ എന്നെ കൊണ്ടാവില്ല അച്ഛാ. അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ ജയിലിൽ നിറക്കാനായിട്ട് ഒരു സഹായവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട, ഞാൻ സ്റ്റേഷനിലേക്ക് വരികയില്ല. അച്ഛന് വിഷമമൊന്നും തോന്നരുത്. അങ്ങനെ പറഞ്ഞ വരുൺ കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം യശോദ ദേവനോട് ചോദിക്കണേ എന്താ ദേവേട്ട, വരുണിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം പ്രതീക്ഷിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിലും അയാളെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. കുടുംബത്തിനകത്ത് തന്നെ ഒരാൾ ഇത്ര വലിയൊരു തെറ്റ് ചെയ്യുമ്പോൾ അയാളെങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്നത്? എന്താണെങ്കിലും നമുക്ക് ആ CIA ഒന്നും കൂടി ചെന്ന് കാണാം. അങ്ങനെ ദേവനും യശോദയും വീണ്ടും എസ്ഐയുടെ അടിയിലേക്ക് ചെല്ലുക. സാർ, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണം, അവൾ ഒരു തെറ്റ് ചെയ്യില്ല സാർ, അത് എനിക്കുറപ്പുണ്ട്. നമ്മളെ സഹായിക്കാൻ ആരുമില്ല സാർ, വലിയ വലിയ ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കാനോ ഒന്നുമുള്ള കഴിവ് ക്ഷേത്രത്തിലെ പൂജാരിയായ എനിക്കില്ല. സാറിൻ്റെ മുമ്പിൽ കരഞ്ഞപേക്ഷിക്കാൻ മാത്രമേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. എൻ്റെ മോളെ കൊണ്ടല്ലാതെ ഞാൻ ഈ സ്റ്റേഷന് പടിയിറങ്ങില്ല. ഇപ്പം മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇതിനു മുമ്പിൽ നിരാഹാരം ഇരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കെൻ്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോയേ പറ്റൂ. അന്നേരം SI പറയണേ തിരുമേനി, നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? ഇത്തരം വലിയൊരു തെറ്റ് ചെയ്ത ആളെ ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഇന്നോ നാളെയോ പ്രിയങ്കയെ കോടതി ഹാജരാക്കും. അതിനുശേഷം എന്താണെന്ന് കോടതി തീരുമാനിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ മോളെ കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. അങ്ങനെ പറഞ്ഞ് ദേവനും യശോദയും പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം SI കോൺസ്റ്റബിളിനോട് പറയണേ ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഇവരൊക്കെ തന്നെയാണ് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മക്കൾ വഷളാകുന്നതും കുറ്റവാളികളായി മാറുന്നതും. പിന്നീട് കാണിക്കുന്നത് രാധികയെ ഫോണിൽ വിളിക്കുന്ന യശോദേനെയാണ്. അന്നേരം രാധിക അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അന്വേഷിക്കുക. ആ സമയം യശോദ പറയണേ അച്ഛൻ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും SI പ്രിയങ്കയെ വെറുതെ വിടാനായിട്ട് തയ്യാറാവുന്നില്ല. അച്ഛനിവിടെ നിരാഹാരം ഇരിക്കുവാണ്. വരുണിനെയും സഹായത്തിനായിട്ട് അച്ഛൻ വിളിച്ചു, പക്ഷേ വരുൺ സഹായിക്കാൻ വരില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല മോളെ. അന്നേരം രാധിക പറയണേ ഇവിടെ ഞാൻ എല്ലാവരോടും സംസാരിക്കുമായിരുന്നു, എന്നാൽ എല്ലാവരും പ്രിയങ്ക ചെയ്ത തെറ്റിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് മാത്രമേ പറയുന്നത്. എനിക്കതിനു മുമ്പിൽ ഒന്നും പറഞ്ഞു നിൽക്കാനും പറ്റുന്നില്ല അമ്മേ. അന്നേരം യശോദ പറയണേ അവരൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രിയങ്ക മോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ്. എന്താണെങ്കിലും ഞാൻ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലട്ടെ മോളെ. അങ്ങനെ പറഞ്ഞ് യശോദ കോള് കട്ടാക്കുവാണ്. ഈ സമയം ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് രാധിക സങ്കടപ്പെടുവാണ് കേട്ടോ. രാധിക നേരെ വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ രാധികയെ കാണുന്നതും വരുൺ പറയണേ ഞാൻ തന്നെക്കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്, അപ്പോഴേക്കും താൻ മുന്നിലെത്തിയല്ലോ. ഈ സമയം രാധിക പറയണേ വരുൺ, അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലാണ്. അച്ഛൻ കുറേ കരഞ്ഞു പറഞ്ഞിട്ടും SI പ്രിയങ്കയെ വിടാൻ തയ്യാറാവുന്നില്ല. അന്നേരം വരുൺ പറയണേ ഗൂഢാലോചനയും കൊലപാതക ശ്രമമൊക്കെ നടത്തുന്നവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ആ സമയം രാധിക പറയണേ അച്ഛൻ പ്രിയങ്കയെ കൂടാതെ അവിടെ നിന്ന് പോരില്ല എന്ന് പറഞ്ഞ് അവിടെ നിരാഹാരം വ്രതം ഇരിക്കുക. അതേക്കുന്നതും വരുൺ പറയണേ പാവം അദ്ദേഹം, ഇപ്പോഴും മോൾക്ക് ഒരു കളങ്കമില്ലെന്ന് വിചാരിച്ചു വെച്ചിരിക്കാം. അന്നേരം രാധിക പറയണേ അച്ഛന് മാത്രമല്ല എനിക്കും അവളെ നല്ല വിശ്വാസമോ, അവളൊരിക്കലും ഇതുപോലൊരു തെറ്റ് ചെയ്യില്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക തെറ്റ് ചെയ്തതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് വരുൺ ഫോണിലെ പ്രിയങ്ക ആ ഗുണ്ടകൾക്ക് കൈക്കൂലി കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് രാധികയെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. ആ വീഡിയോ കൊണ്ട് രാധിക ആകെ തകർന്നു പോകുവാണ്. ഈ സമയം വരുൺ പറയണേ കണ്ടില്ലേ, തന്നെ കൊല്ലാനായിട്ട് പ്രിയങ്ക തന്നെ ആൾക്കാർ ഏർപ്പാടാക്കിയത്, അവർക്ക് പൈസ കൊടുക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ടാണ് തൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യേണ്ട അവർ തന്നെ അതിൽ വീഴ്ച വരുത്തിയതും അങ്ങനെ തന്നെ അപകടപ്പെടുത്താനായിട്ട് ശ്രമിച്ചതും. ഇനിയും താൻ തന്നെ അനിയത്തെ സപ്പോർട്ട് ചെയ്യുവാണോ? ചിലപ്പോൾ തനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റിയിരിക്കും, എന്നാലേ എനിക്ക് പറ്റില്ല. അവൾ കൊല്ലാൻ നോക്കിയത് എൻ്റെ പെണ്ണിനെയാണ്, അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഇതെനിക്ക് ദൈവമായിട്ട് തന്ന അവസരമാണ്. ഈ ഒരു സംഭവത്തോടു കൂടി പ്രിയങ്കയെ ഈ കണിമംഗലത്തു നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഞാൻ പുറത്താക്കും. എന്നിട്ട് ഞാൻ സ്നേഹിക്കുന്ന താലി കെട്ടിയ എൻ്റെ പെണ്ണിനെ, അതായത് തന്നെ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അന്നേരം രാധിക പറഞ്ഞേ എനിക്കിതൊന്നും കേൾക്കണ്ട, എനിക്ക് ലോകത്ത് ഏറ്റവും വലുത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. അവർ വിഷമിക്കാനായിട്ട് ഞാൻ ഇടപെടുത്തില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും പ്രിയങ്കയെ രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ ആരുടെ കാല് പിടിക്കാനും തയ്യാറാവും. വരനെ കൊണ്ടത് പറ്റില്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലും വഴി കണ്ടോളാം. അങ്ങനെ പറഞ്ഞ് രാധിക ദേഷ്യത്തിൽ വരണിൻ്റെ അരികിൽ നിന്ന് പോകുവാണ്. അങ്ങനെ വരുണാണെങ്കിൽ രാധികയെ വിളിച്ചിട്ടും രാധിക മൈൻഡ് പോലും ചെയ്യാതെ പോകുവാണ് കേട്ടോ. അതുകൊണ്ട് സങ്കടത്തോടെ നിൽക്കുവാണ് വരുൺ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്